ഹായ് മക്കേഴ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ? അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട് ജീൻസും ഷർട്ടും ആണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമുക്ക് ആദ്യം തന്നെ പൗഡറിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. അങ്ങനെ നമുക്ക് സംതൃപ്തിയാകുന്നത് വരെ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് പൂശാം. വാരി പൂശി കഴിഞ്ഞിട്ട് അവസാനം വരുന്നത് നമ്മൾ കഴുത്തിലും കയ്യിലും കാലിലും ആയിട്ട് അങ്ങോട്ട് തേക്കുക. അങ്ങനെ നല്ലപോലെ അങ്ങോട്ട് തുടച്ചങ്ങോട്ട് കളയുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് കേട്ടോ. അപ്പം സെറ്റായിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ് കേട്ടോ. അടുത്ത എന്താണെന്നല്ലേ, നമുക്ക് കണ്ണെഴുതാം. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഫുഡുമായിട്ട് വന്നിട്ടോ, ഞാൻ കഴിക്കാനായിട്ട് അങ്ങ് മറന്നു പോയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കിയിരുന്ന് ചിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐലൈനറൊക്കെ എഴുതിയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിപ് ബാം ഇടാം. ലിപ് ബാമൊക്കെ തീരാറായി കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളതൊക്കെ കൊണ്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് പോവുകയാണ്. അടുത്ത് നമ്മൾ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇടുന്നത്. NYBയുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഈ ലിപ്സ്റ്റിക്കിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് കയ്യിൽ ബാക്കി വരുമല്ലോ, അത് ഞാൻ ഒരു ബ്ലഷായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്തോ ഒരു മനസ്സുഖം. അടുത്ത നമ്മൾ ഫേസസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീം ആണ് കേട്ടോ എടുത്തേക്കുന്നത്. സിൽവർ ആണ് ഞാൻ എടുത്തേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് കുറച്ച് ബ്രൈറ്റായിട്ടും അതുപോലെ തന്നെ കുറച്ച് തിളക്കമുള്ളതായിട്ടൊക്കെ വെക്കാനായിട്ട് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് ഈ സാധനം വാങ്ങിക്കുന്നത്. കുറേ റിവ്യൂസൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ്, പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സ്ട്രോപ്പ് ക്രീം ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഫേസ് ആണ് കേട്ടോ ഇത്. ഫേസിന് കുറച്ച് ഗ്ലോ കിട്ടിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് ഉടക്കെ എടുത്ത് നമുക്ക് ഒന്ന് ചീകിയിടാം. ഞാൻ ചീപ്പൊന്നും വെച്ച് യൂസ് ചെയ്യാറില്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ എടുക്കാറ്. ഇനി നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാം. ഹെയർ ഉണങ്ങാത്തതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് കേട്ടോ മുടി കെട്ടാനായിട്ട്. അങ്ങനെ ഞാൻ ഈ ക്ലിപ്പാണ് കേട്ടോ ആദ്യമേ എടുത്തത്. അങ്ങനെ കെട്ടി നോക്കിയപ്പോൾ എനിക്ക് ഇത്ര വലിയ മെനയായിട്ടൊന്നും തോന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ അത് വീണ്ടും വെച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് കെട്ടി നോക്കി. ഞാൻ കിട്ടുന്ന രീതിയുടെ പ്രശ്നമാണോ അതോ എൻ്റെ ഫേസിൻ്റെ പ്രശ്നമാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ അവസാനം ഞാൻ വേറൊരു ക്ലിപ്പ് എടുത്ത് ഇങ്ങനെ തന്നെ കെട്ടി. ഓ, ഇങ്ങനെയൊക്കെ മതി, ആരെ കാണിക്കാനാ. അങ്ങനെ അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് കമ്മലിടാം. ഞാൻ ഈ കുഞ്ഞു കമ്മലാണ് കേട്ടോ ഇടുന്നത്. ഇതിൽ ഫംഗ്ഷൻ വരുമ്പോൾ അങ്ങനെ സാരി ചുരിദാറൊക്കെ ഇടുമല്ലോ, അപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ ഹെവി ഇടുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.